ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. എത്ര ഡീപ്പാണ് അഗസ്റ്റിൻ്റെ ഈ വാക്കുകൾ. നമുക്കും പലതുണ്ട്. പേരുണ്ട്, പ്രശസ്തിയുണ്ട്, അധികാരമുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, ബന്ധങ്ങളുണ്ട്, ഫോണിൽ 100 കണക്കിന് കോണ്ടാക്റ്റുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ അനേകം സുഹൃത്തുക്കളുമുണ്ട്. എന്നിട്ടും ചില നൈറ്റ്സ് ആരോടും പറയാനാകാത്ത ഒരു ഏകാന്തത നമ്മെ കരയിക്കുന്നു. വൈ? കാരണം മനുഷ്യസ്നേഹം മാത്രം മതിയാകില്ല. അനന്തമായ ഹൃദയത്തിന് അനന്തമായ സ്നേഹം വേണം. ആ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവം. വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ നവനാളിൻ്റെ ഈ 4-ാം ദിനം നാം ചിന്തിക്കുന്നത് സ്നേഹത്തെ പറ്റിയാണ്. ലവ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്, ലവ് ഈസ് എ ഡിസിഷൻ. അതെ, നീ ദൈവത്തിൻ്റെതാണ്, നിന്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന എൻ്റെ തീരുമാനത്തിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹം ഇങ്ങനെ ഫോണിൽ സീനാക്കി റിപ്ലൈ ചെയ്യുന്നതല്ല, സീനാക്കിയിട്ടും പലതും സീനാക്കാതെ മനസ്സിലാക്കുന്നതാണ്. ചാറ്റുകൾക്കടിയിൽ ടേക്ക് കെയർ ഓർ TC എന്ന ടെക്സ്റ്റ് അയക്കുന്നതല്ല, ആവശ്യമുള്ളപ്പോൾ കെയർ ചെയ്യുന്നതാണ്. സ്റ്റാറ്റസിൽ ഹാർട്ടിട്ട് സുഖിപ്പിക്കുന്നതല്ല, ഹാർട്ട് തകരുമ്പോൾ കൂടെ നിൽക്കുന്നതാണ്. ഐ മിസ് യു പറയുന്നതല്ല, ഐ ആം ഹിയർ ഫോർ യു എന്ന ജീവിതം കൊണ്ട് തെളിയിക്കുന്നതാണ്. കുർബാന പോലെ കൂട്ടുപോകുന്നതാണ്. അലിവായി അലിഞ്ഞ് ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതാണ്. എങ്കിലും ഈ സ്നേഹത്തോളം നമ്മെ സന്തോഷിപ്പിക്കുന്നതും സ്നേഹത്തോളം നമ്മെ കരയിക്കുന്നതുമായി മറ്റെന്തുണ്ട്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയത് എന്താണ്? അത് വെറുപ്പല്ല, ഹൃദയമൊന്നും ഫീൽ ചെയ്യാനാകാതെ എത്തുന്ന ഒരു അവസ്ഥയാണ്. എനിക്കിനി ആരെയും വേണ്ട, ആരെയും വിശ്വസിക്കില്ല, ആരെയും സ്നേഹിക്കില്ല എന്ന കല്ല് കണക്കുള്ള ഡിപ്രസീവ് തോട്ട്സ് എൻ്റർടൈൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ പറയുന്ന ആ ഹൃദയം പുറത്ത് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അകത്ത് അത് മുറിവേറ്റിരിക്കാം. അതുകൊണ്ട് ഈ ചെറിയ ലൈഫ് സ്പാനിൽ നിനക്കേറ്റ മുറിവ് നിന്നെ ബിറ്ററാക്കരുത്, ബെറ്ററാക്കണം. നിന്നെ വേദനിപ്പിച്ചവരുടെ കാർബൺ കോപ്പി ആകരുത്. അവരുടെ ഡാർക്ക്നെസ് നിന്റെ ലൈറ്റ് കെടുത്താൻ അനുവദിക്കരുത്. അഗസ്റ്റിൻ പറയുന്നത് പോലെ, ദൈവമേ, എൻ്റെ ഇരുട്ട് എന്നോട് സംസാരിക്കാതിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ മറ്റൊരു പാഠം ഫൊർഗീവ്നെസ് ആണ്. ഫൊർഗീവ്നെസ് ഈസ് ഈക്വൽ ടു ഫ്രീഡം. ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയാണ്. അവർ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടും അവരുടെ ഓർമ്മ നിന്റെ സമാധാനം മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നീ ഇനിയും അവരോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാം, ഈശോയെ, എനിക്ക് അവരെ മാറ്റാൻ കഴിയില്ല, പക്ഷെ അവരോടുള്ള എൻ്റെ ഹൃദയം, എൻ്റെ സമീപനം നീ മാറ്റണമേ. അതാണ് ലൈഫിലെ ഒരു ഫ്രീഡം. നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ നിന്നെ ഹേർട്ട് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പവർഫുള്ളാണ്. നിന്നെ തെറ്റിദ്ധരിച്ചവരെ അനുഗ്രഹിക്കാൻ കഴിയുമ്പോഴോ അത് ഗ്രേസ്ഫുള്ളായിട്ട് മാറുന്നു. നിന്നെ വിട്ടുപോയവരെ ദൈവത്തിന് ഏൽപ്പിക്കാൻ കഴിയുന്നത് വണ്ടർഫുൾ. കാരണം റിവഞ്ച് സെസ് യു ഹേർട്ട് മീ, പക്ഷെ ലവ് സെസ് യു ഹേർട്ട് മീ ബട്ട് യു വിൽ നോട്ട് ടേൺ മീ ഇൻ ടു സംവൺ ദാറ്റ് ഐ ആം നോട്ട്. ചിലരെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ വിട്ടയക്കേണ്ടിയൊക്കെ വരും, പക്ഷേ ആരെയും വെറുത്തുകൊണ്ട് പടിയിറക്കി വിടേണ്ടതില്ല. ചില ബന്ധങ്ങൾക്ക് ഒരു ക്ലോഷർ വേണം, ചില ഹൃദയങ്ങൾക്ക് ഫൊർഗീവ്നെസ് വേണം. അവരെയൊക്കെ ദൈവത്തിന് കൊടുക്കൂ. കാരണം നമ്മൾ വിട്ടുകൊടുക്കുന്നിടത്താണ് ദൈവം സൗഖ്യം തുടങ്ങുന്നത്. വീട്ടിൽ എൻ്റെ ക്ലോസസ്റ്റ് സർക്കിളിൽ നിന്നാണ് യഥാർത്ഥ ലവ് സ്റ്റോറി തുടങ്ങുന്നത്. ആം ഓക്കെ എന്നൊരു 100 ആവർത്തി പറയുമ്പോഴും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കണ്ണുകൾ ഒളിപ്പിക്കുന്ന ഭാരം അത് കാണാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഭാര്യയുടെ ക്ഷീണം കാണുന്നുണ്ടോ? ഭർത്താവിൻ്റെ നിശബ്ദത കേൾക്കുന്നുണ്ടോ? മാതാപിതാക്കളുടെ ഏകാന്തത എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? കൂടെയുള്ളവരുടെ ചെറിയ വിജയങ്ങൾ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് സ്നേഹത്തിൻ്റെ റിയൽ ടെസ്റ്റ്. അത് വലിയ പ്രസംഗങ്ങളൊന്നുമല്ല, വലിയ വീരവാദങ്ങളൊന്നുമല്ല. ഒരു ചെറിയ കെയർ, ചെറിയ പേഷ്യൻസ്, ചെറിയ ഫൊർഗീവ്നെസ്. ബട്ട് ഒരു വലിയ ഹൃദയം, ഒരു വലിയ ഹാർട്ട്, ഇതായിരിക്കും അല്ലെങ്കിൽ ഇത്രയുമൊക്കെ മതി ലൈഫ് ബ്ലെസ്ഡ് ആവാൻ, ഭൂമി സ്വർഗം ആകാൻ. ഇനിയൊരു ചാലഞ്ച്, ജസ്റ്റ് ആ ഫോണൊന്ന് മാറ്റിവെക്ക്. അടുത്തിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് വെറുതെ ഒന്ന് നോക്ക്.
എന്നിട്ട് പറയൂ, നീ എൻ്റെ ജീവിതത്തിലുള്ളത് എനിക്കൊരു ബ്ലെസ്സിങ് ആണ്, നീ എനിക്കൊരു ബേർഡൻ അല്ല. ഇനി നീ അറിയാതെ അകന്നുകൊണ്ടിരിക്കുന്ന ആ ഒരാളില്ലേ, അയാളെ ഒന്ന് വിളിക്കുക. ഓർ ജസ്റ്റ് ടെക്സ്റ്റ് ഹിം ഓർ ടെക്സ്റ്റ് ഹെർ. ഒരു സോറി പറയേണ്ടിടത്ത് അതങ്ങ് പറഞ്ഞ് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. സ്റ്റാർട്ട് അപ്പ് ഫ്രഷ്. ഒരു ഐ ഫർഗീവ് യു പറയേണ്ടിടത്ത് ഡോണ്ട് ഡിലേ, അതങ്ങ് പറയും. പിന്നെ ഒരു ഐ ലവ് യു പറയേണ്ടിടത്ത് ഇന്ന് തന്നെ പറയൂ. അതിൻ്റെ ബലത്തിൽ ആർക്കൊക്കെയോ ജീവിക്കാനുണ്ട്. ഹോൾഡ് സംവൺസ് ഹാൻഡ് ടൈറ്റ്, ഗിവ് എ ഹഗ്, ഡോണ്ട് ബി ടു ലേറ്റ്. കാരണം സം വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ ലൂസ് ദെയർ വാല്യൂ when they are said and expressed too late. ഈശോ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്ന ഒരാൾ മാത്രമല്ല, അവിടുന്ന് സ്നേഹമായി ജീവിച്ചവനാണ്. കുരിശിൽ കൈകൾ വിരിച്ചപ്പോൾ അതൊരു സെർമണായിരുന്നില്ല, ബട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു. നിന്റെ പാപത്തേക്കാൾ എൻ്റെ സ്നേഹം വലുതാണ്, നിന്റെ വീഴ്ചയേക്കാൾ എൻ്റെ കൃപ വലുതാണ്, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അവസാനമായി ഒരു ചിന്ത മാത്രം. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തുന്നതിനേക്കാൾ നിന്നെ കണ്ടുമുട്ടുന്നവർക്ക് സ്നേഹിക്കപ്പെട്ടതായി തോന്നുന്ന ഒരാളാകൂ. അതാണ് ജീവിതം, അതാണ് ക്രിസ്തീയത, അതാണ് വിശുദ്ധി. ബി ദ റീസൺ someone believes love still exists. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഹൃദയം ഒടുവിൽ കണ്ടെത്തിയതുപോലെ ലോകം മുഴുവൻ തേടിയാലും ഹൃദയത്തിൻ്റെ റിയൽ ഹോം ദൈവത്തിൻ്റെ സ്നേഹമാണ്. So, love more, judge less, forgive faster, listen deeper, pray harder, and leave every person a little more loved than you found them. Stay blessed. Amen. നവനാൾ പ്രാർത്ഥന. കരുണാമയനായ ദൈവമേ, വിശുദ്ധ അഗസ്റ്റിനെ പോലെ അങ്ങയെ സ്നേഹിക്കാനും അങ്ങയുടെ സ്നേഹത്തിൽ ഹൃദയം നിറയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയും അഹങ്കാരവും നീക്കി മറ്റുള്ളവരെ ക്ഷമയോടും കരുണയോടും സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ. എൻ്റെ ഹൃദയം അങ്ങിൽ വിശ്രമിക്കുന്നതുവരെ അത് അസ്വസ്ഥമായിരിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിലും സത്യമാകട്ടെ. ഞങ്ങളുടെ സ്നേഹം അങ്ങിൽ നിന്ന് ആരംഭിച്ച് ഓരോ സഹോദരങ്ങളിലേക്കും പകരട്ടെ. വിശുദ്ധ അഗസ്റ്റീനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.